നമസ്കാരം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ തുടരുമ്പോൾ പലയിടത്തും മഴക്കെടുതികൾ രൂക്ഷമാണ്. തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കാം എന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും കൃഷിഭൂമി ഒലിച്ചുപോയതും ഉൾപ്പെടെ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് 4 ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് ഇങ്ങനെയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ വിവിധ ഇടങ്ങളിൽ മഴക്കെടുതികൾ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് റിപ്പോർട്ടുകളുണ്ട്. പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും. നാളെയോടെ തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്ര തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യത. ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതികൾ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പലയിടത്തും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലയിടത്തും വ്യാപകമായി നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി എഴുകുംവയലിൽ 1 ഏക്കർ കൃഷിഭൂമി ഒലിച്ചുപോയി. മലയോര മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രത തുടരുകയാണ്. പത്തനംതിട്ടയിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയുണ്ട്. ഇന്നലെ വൈകിട്ട് ഇലന്തൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണു. കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവനന്തപുരം ഉള്ളൂർ ആക്കുളം റോഡിൽ കനത്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. റോഡിൽ വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തമ്പാനൂർ, കിഴക്കേക്കോട്ട, പഴവങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. പലയിടത്തും കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പൂജപ്പുര ശ്രീചിത്ര റിസർച്ച് സെന്ററിൽ മതിലിടിഞ്ഞു വീണു. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനത്തിന്റെ ലാൻഡിംഗ് വൈകി. റൺവേ കാണാനാകാതെ വന്നതോടെ കുവൈറ്റ് എയർവേസിന്റെ വിമാനമാണ് ഇറങ്ങാൻ വൈകിയത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. അതുപോലെ തന്നെ നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് കൃത്യമായ മാർഗനിർദ്ദേശം അനുസരിച്ച് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനാൽ തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും മുൻകരുതലുകളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സുരക്ഷിതരായിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. മഴക്കെടുതിയുടെ ഭൗതികമായ നാശനഷ്ടങ്ങൾക്ക് അപ്പുറം അത് മനുഷ്യന്റെ അമൂല്യമായ വർഷങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് കവർന്നെടുക്കുന്നത്. മഴയുടെ തീവ്രത വർദ്ധിക്കുന്ന ഇക്കാലത്ത് ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനായി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുകയും പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണ രീതികൾ സ്വീകരിക്കുകയും ചെയ്യണം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.